നമസ്കാരം. ചേലക്കര അന്തിമാളങ്കാവിൽ വേലയുടെ ഭാഗമായി നടത്തി വരാറുള്ള വെടിക്കെട്ട് ഈ വർഷവും നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. കമ്മിറ്റി വളരെ നാളുകളായി ഇതിൻ്റെ പിന്നാലെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നെങ്കിലും അതിനൊരു ഫലമുണ്ടായില്ല. നമ്മുടെ ദേശത്ത് മാത്രം എന്തുകൊണ്ട് ഈ വെടിക്കെട്ട് നിഷേധിക്കപ്പെടുന്നു എന്നതിന് പഴി ചേരുന്നത് മുഴുവൻ ഈ കമ്മിറ്റിയുടെ പേരിലാണ്. നമ്മൾ വീടുകളിൽ പറ വയ്ക്കാൻ പോകുമ്പോഴും അതുപോലെ പിരിവിന് പോകുമ്പോഴും ആൾക്കാർ ചോദിക്കുന്നു, നിങ്ങൾ വെടിക്കെട്ട് നടത്തുന്നില്ല. കമ്മിറ്റിക്കാരെയാണ് എല്ലാവരും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. പക്ഷേ കമ്മിറ്റിക്കാരെല്ലാവരും പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ 2-3 വർഷമായിട്ട് വളരെ പ്രശ്നമാണ്. കഴിഞ്ഞ വർഷം കോടതിയിൽ നിന്ന് അനുമതി കിട്ടി, ഒരു തടസ്സങ്ങളുമില്ലാതെ അനുമതി കിട്ടിയിട്ടും ഈവൻ വെടിക്കെട്ട് നിരത്തി വെച്ച് മരുന്ന് വെച്ചതിന് ശേഷവും അധികാരികൾ വന്നത് തടസ്സപ്പെടുത്തി. എല്ലാവർക്കും വളരെ ഒരു ദുഃഖകരമായ സംഭവമായിരുന്നു അത്. അപ്പോൾ ഈ വർഷവും ഇത് നേരത്തെ തന്നെ അതായി എന്നുള്ളതാണ് വലിയ വിഷമം, തടസ്സപ്പെട്ടു എന്നുള്ളത്. അപ്പോൾ ഇതിൽ കൂടുതൽ ഇപ്പോൾ ചെയ്തിരിക്കുന്നതിൽ കൂടുതലായിട്ട് ഈ കമ്മിറ്റിയിലേക്ക് ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഒന്ന് പൊതുജന സപ്പോർട്ട്, പൊതുജനങ്ങളുടെ കൂട്ടായ്മ വളരെ കുറവാണ് എന്നുള്ളൊരു കാര്യം വളരെ വ്യക്തമാണ്. എല്ലാവരും പിന്നിൽ നിന്ന് കുറ്റം പറയാന്നല്ലാതെ മുന്നോട്ട് വന്ന് വേണ്ടത് ചെയ്യാം, നമ്മൾക്ക് എല്ലാവർക്കും കൂടി സഹകരിച്ച് മുന്നോട്ട് പോകണം എന്ന് പറയാൻ ആരെയും കണ്ടിട്ടില്ല അതുവരെ. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 10 വർഷമായിട്ടുള്ളൂ ഇതിൻ്റെ 10 വർഷം ആകുന്നുള്ളൂ. ബോംബെയിലായിരുന്നു. 10 വർഷമായിട്ട് ഇവിടെ വന്നതിന് ശേഷം ഇതിൽ കൂട്ടത്തിൽ നടക്കാറുണ്ട്. പക്ഷെ എൻ്റെ അനുഭവം വെച്ച് പറയായിരുന്നു മാത്രം. അപ്പോൾ ആദ്യം ഞാൻ വന്ന സമയത്തൊക്കെ 10 വെടിക്കെട്ട് നടക്കണ്ടായിരുന്നു, പകൽ 5 രാത്രി 5 ആയിട്ട്. അതിപ്പോൾ ഈ കൊറോണ വന്നതിന് ശേഷം അത് കുറഞ്ഞു വന്നു. പിന്നെ 2 വർഷം മുമ്പ് 5 വെടിക്കെട്ടായി. കഴിഞ്ഞ വർഷം ഒന്നും പൊട്ടിക്കാൻ സമ്മതിച്ചില്ല. ഈ വർഷവും അതേ സ്റ്റേജിലേക്കാണ്. അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി നാട്ടുകാർ എല്ലാവരും കൂടി അതുപോലെ ഉദ്യോഗസ്ഥന്മാരും കൂടി ചെയ്ത് അടുത്ത വർഷമെങ്കിലും ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാതെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വൈകിട്ടാണ് ഇപ്രാവശ്യം ഹൈക്കോടതിയിൽ നിന്ന് തന്നെ നേരിട്ട് നമ്മുടെ അപേക്ഷ തള്ളിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് ഇത് വിവരം നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് കാരണം സാധാരണ നമ്മൾ നടത്തി വരാറുള്ള വെടിവഴിപാട് നാളെ രാവിലെ ചേലക്കര ദേശം നടത്തി വരാറുള്ള വെടിവഴിപാട് നാളെ നടത്തേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. മറ്റു പരിപാടികൾ 5 ദേശക്കാർ കമ്മിറ്റികൾ എല്ലാവരും കൂടി തീരുമാനിച്ച് എന്താണ് വേണ്ടത് എന്നുള്ളൊരു തീരുമാനം നാളെ രാവിലത്തേക്ക് എടുക്കുന്നതാണ്.